ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് നിങ്ങൾ ഇതുവരെ ചെയ്തു നോക്കാൻ സാധ്യതയില്ലാത്ത ബാംഗ്ലൂർ ബിരിയാണിയാണ്. ബാംഗ്ലൂരിലെ ബിരിയാണികളെല്ലാം വളരെ ഫേമസ് ആണ്. അതിൽ ഞാൻ നിങ്ങൾക്ക് ചിക്കൻ ബിരിയാണിയാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്ന ഈ മസാലകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബീഫും മട്ടനും എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: ചിക്കൻ 1/2 കിലോ. ഞാൻ 1/2 കിലോ കണക്ക് വെച്ചിട്ടാണ് എല്ലാ മസാലൻ്റെയും അളവ് പറഞ്ഞു തരുന്നത്. അരി 1/2 കിലോ എടുക്കണം. ഞാനിവിടെ ബാസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് അരിയും വെച്ചിട്ട് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. വലിയ ഉള്ളി 3 എണ്ണം എടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞതാണ്. തക്കാളി 2 എണ്ണം. ഇഞ്ചി വെളുത്തുള്ളി 4 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത്. പച്ചമുളക് 5 എണ്ണം. ചെറുനാരങ്ങ 1/2 മുറി എടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച്, പുതിനയില കുറച്ച്. തൈര് 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. മുളക് 2 ടീസ്പൂണ്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കണം. മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്. മല്ലിപ്പൊടി 1/2 സ്പൂണ്. പട്ട ഒരു ചെറിയ കഷ്ണം. ഗ്രാമ്പൂ ഏലക്ക 4 എണ്ണം എടുത്തിട്ടുണ്ട്. എണ്ണ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ വേഗം വേവുന്നത് കൊണ്ട് നമുക്ക് കുക്കറിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് ഇതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് കൊടുക്കണം. പിന്നെ ഉള്ളിയും പച്ചമുളകും ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് നമുക്ക് ഗോൾഡൻ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇപ്പോൾ നല്ല പോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുറച്ച് പുതിനയില ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് 2 മിനിറ്റ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ബാംഗ്ലൂർ ബിരിയാണിയിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റ് കറക്റ്റായിരിക്കണം. ഇതിൻ്റെ അളവ് നിങ്ങൾ മാറ്റം വരുത്തരുത്. നമ്മളെ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് 2 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഇളക്കണം. തക്കാളി നല്ല വഴറ്റിയതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കണം. പിന്നെ നാരങ്ങ നീര് നമുക്ക് ചേർക്കണം. എന്നിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യണം. ഇപ്പോൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. നമുക്ക് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുത്ത് ഇളക്കണം. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഒരു 1/2 മണിക്കൂർ മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൽ തന്നെ വെള്ളം ഉണ്ടാവും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം നിങ്ങൾ ഉപ്പും എരിവും കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് എണ്ണ മാറ്റിയെടുക്കണം. ഇത് നമുക്ക് ലാസ്റ്റിൽ ചേർക്കാനുള്ളതാണ്. ഇത് എടുത്തു വെക്കാനും നിങ്ങൾ മറന്നു പോകരുത്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം ലോ ഫ്ലെയിമിൽ വെക്കാം. അപ്പോഴേക്കും നമുക്ക് അരി വേവിച്ചെടുക്കണം. അരി വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനാണ് വെച്ചിട്ടുള്ളത്. ഇതിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറച്ച് അധികമായാലും കുഴപ്പമില്ല. നമുക്ക് വെള്ളം ഊറ്റിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഇത് മൂടി വെച്ചിങ്ങാണ്ട് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അരി ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് പുതിനയിലയും ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മൾ വെള്ളം ഊറ്റിക്കളയുന്നത് കൊണ്ട് കുറച്ച് ഉപ്പ് അധികം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി തുറന്ന് നോക്കാം. ഇപ്പോൾ 1/4 ഭാഗം വരെ വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങളിത് കറക്റ്റ് വേവ് നോക്കിയിട്ട് വേണം സ്റ്റൗ ഓഫ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ വെള്ളം എല്ലാം ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാലയും ചോറും ചേർത്ത് എല്ലാ ഭാഗത്തും മസാല ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം.
നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന എണ്ണയാണ് ഇതുപോലെ ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് മൂടി വെച്ചിങ്ങാണ്ട് ദമ്മിനാണ് വെക്കേണ്ടത്. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ ബിരിയാണി നല്ല പോലെ ദമ്മ് കൂടെ ആയിട്ടുണ്ട്, നല്ല കറക്റ്റ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. പിന്നെ ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഇനി എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. അതേപോലെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.